ഈ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തു. 5 പൈസ കൂട്ടിക്കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ചപ്പടാച്ചി അടിച്ച് നടക്കുകയാണ്. ആ ചപ്പടാച്ചിയാണ് ഇവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാപ്സൂളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. മന്ത്രി രാജിവെക്കും. ഗോവിന്ദ മാഷ് പറഞ്ഞാൽ രാജിവെക്കില്ല, സതീശൻ പറഞ്ഞാൽ രാജിവെക്കില്ല. വല്ല പക്കേമേസ് തിരുമേനിയോ അല്ലെങ്കിൽ ദിവന്നാസ്യോസ് തിരുമേനിയോ പരിശുദ്ധ കാതോലിക്ക ബാവയോ പറഞ്ഞാൽ വീണ ജോർജ് രാജിവെക്കുന്നവരെ ആലോചിക്കും. കാരണം അവരെ നിയമിച്ചത് കോട്ടയം ദേവലോകത്തുള്ള സഭാ ആസ്ഥാനത്ത് നിന്നാണ്, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഓഫീസായ AKG സെൻറ്ററിൽ നിന്നല്ല. അപ്പം അങ്ങനെ ഒരു വശമുണ്ട് ഇതിനകത്ത്. ഏതായാലും സംഗതി ജോറാവുന്നുണ്ട്. ക്യാപ്സൂളുകൾ ഇതുവരെ വന്നിട്ടില്ല. ഞാനത് പറയാൻ തുടങ്ങിയത്. മിക്കവാറും എന്തായിരിക്കും ഈ ക്യാപ്സൂളിൻ്റെ സ്വഭാവം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? മിക്കവാറും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നാളെ വെളുക്കുമ്പോഴേക്കും പുതിയ ക്യാപ്സൂൾ വരും. ഈ മരിച്ചുപോയ ബിന്ദു എന്ന സ്ത്രീ ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ അതിക്രമിച്ച് കടന്ന് 2 കൈകൾ ഉപയോഗിച്ച് ഈ കെട്ടിടം കുലുക്കി തകർത്ത് സ്വന്തം തലയിൽ വീഴ്ത്തി മരിച്ചതാണ്. അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇവർ ഈ കെട്ടിടത്തിനകത്ത് അനധികൃതമായി പ്രവേശിച്ച് ആ കെട്ടിടം സ്വന്തം കൈകൾ കൊണ്ട് തള്ളി വീഴ്ത്തി അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചതാണ്. അതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ല, മന്ത്രി വീണയ്ക്കും ഉത്തരവാദിത്വമില്ല, വാസവന് ഉത്തരവാദിത്വമില്ല, കാരണഭൂതന് തീരെയുമില്ല എന്ന ഒരു വ്യാഖ്യാനമായിരിക്കും. അതുമാത്രമല്ല, അവിടെ കൊണ്ട് തീരില്ല. ഈ മരിച്ചുപോയ ബിന്ദു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. അവരുടെ ഭർത്താവ് സജീവ BJP പ്രവർത്തകനാണെന്ന്. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കോലീബി ഗൂഢാലോചനയുണ്ടെന്ന്. അതിൻ്റെ ഫലമായിട്ടാണ് കുടുംബ പ്രശ്നങ്ങൾ മൂലം സഹികെട്ട ബിന്ദു ഈ കെട്ടിടം തള്ളി മറിച്ചിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചത് എന്നുമുള്ള ക്യാപ്സൂൾ വരാനാണ് ഏറ്റവും സാധ്യതയായി നോക്കിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇതിനേക്കാൾ ഒട്ടും മോശമില്ലാത്തൊരു സാധനം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.